ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ കാപ്പിയുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം. ഇവരുടെ കൂടെ ഒരാൾ വേണം, ചിലപ്പോൾ ഗേറ്റ് തുറന്ന് പുറത്ത് പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അമ്മ അവിടെ ഒരു ടി വി ആണെന്ന്, ചേട്ടനുണ്ട്, പിന്നെ അബിയുണ്ട്. അബിയും അവിടെ നിന്ന് ടി വി ആണ്. അബി ഇത്രയും നേരം അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ തളർന്നു വന്ന് കിടക്കുന്നതാണ്. കണ്ണിലും ദേഹത്തുനിന്ന് വാരി ഇടരുതേ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് അമ്മയുടെ വക മട്ടൻ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്വന്തം റെസിപ്പിയാണ്, അമ്മയുടെ സ്വന്തം റെസിപ്പിയാണ്. അപ്പം അങ്ങനെയല്ല, ഇങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ആരും പറഞ്ഞു കളയരുതേ. ആദ്യം ഒരു പാൻ വെച്ചു, പാനിൽ എണ്ണ ഒഴിച്ചു, പിന്നെ ബാക്കി ഈ സ്പൈസസ് ഒക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് കടുക് വറ. പിന്നെ അത് കഴിഞ്ഞ് കറി വയ്ക്കുന്ന ആളുടെ മുഖം കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പറയണേ, എന്നെ കാണിക്കല്ലേ എടി, എന്നെ കാണിക്കല്ലേ. അങ്ങനെയൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അമ്മയെ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ അമ്മ എന്നെ തെറി വിളിക്കാതിരുന്നാൽ കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുള്ളി, സവാള, തക്കാളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണേ അമ്മ. കുഞ്ഞുള്ളിയാണ് കൂടുതലും ഇട്ടത്, കാരണം മട്ടന് അതാണ് ടേസ്റ്റ് എന്നാണ് അമ്മ പറയുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കുക്കറിൽ ഒരു 5-6 വിസിൽ കേൾപ്പിച്ചായിരുന്നു ഈ മട്ടൻ വേവിക്കാനായിട്ട്. അപ്പം അതിലേക്ക് ആ പാനിലേക്ക് മട്ടൻ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അത് നല്ലപോലെ വറ്റാനായിട്ട് അടച്ചു വെച്ചു. അച്ഛൻ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാരണം തിരുവനന്തപുരത്ത് ആര് മേയറാവും എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചോറ് കഴിക്കാനൊക്കെ നേരമായി, എല്ലാവരും ചോറൊക്കെ കഴിച്ചു. പിന്നെ ഈവനിങ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങുകയാണ്. പിന്നെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ ഇട്ടു, നമുക്ക് ക്രിസ്മസ് ഫെസ്റ്റ് കാണാൻ പോയാലോ എന്ന്. ഞങ്ങൾ പോയത് പാളയത്ത് LMSൻ്റെ അകത്ത് ട്രിവാൻഡ്രം ഫെസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ പോയത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് കുറച്ചധികം സ്ഥലത്ത് ഇങ്ങനെ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മുടെ കനകക്കുന്നിലുണ്ട്, പിന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ടെന്ന് പറയുന്നത് കേട്ടു. പിന്നെ ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പം ഈ 100 രൂപ വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നെഗറ്റീവായിട്ട് പറയുന്നതല്ല കേട്ടോ. നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലൊരു വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. എത്ര അടി ഉയരമുണ്ടെന്ന് ചോദിച്ചാലൊന്നും അറിയില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
ഇതുവഴി നടക്കാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ഇതുവഴി നടന്ന് അങ്ങ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് ഉണ്ടായിരുന്നു അവിടെ. ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ലൊരു സ്പോട്ടായിരുന്നു അത്. അവിടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. കുറച്ചധികം റൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.